ഒരുപക്ഷെ ഭഗവാന്റെ ദേഹത്ത് അത് ഉണ്ടാവും. അത് വിഷമിക്കണ്ട കേട്ടോ, ഭഗവാൻ അത് കൈക്കൊള്ളും. ഭഗവാന് വേണ്ടിയിട്ടല്ലേ ചാർത്തി. അപ്പോൾ ഭഗവാൻ ചേച്ചിയുടെ മനസ്സറിഞ്ഞ് ഭഗവാൻ അത് സ്വീകരിച്ചിട്ടുണ്ടാവും. അത് എൻ്റെ മാലോട്ട് ഇപ്പോൾ കണ്ടോ, കുറച്ച് കഴിയുമ്പോൾ സെക്യൂരിറ്റി വന്ന് മാറ്റും, അടുത്ത ആൾക്കാർ വന്ന് വീണ്ടും ഇടും, സെക്യൂരിറ്റി വന്ന് മാറ്റും. ഇത് തന്നെ പരിപാടിയാണ്. അത് തന്നെ ലേലം വെച്ച് രാജേട്ടൻ അവിടെ സ്ഥിരം ലേലം മേടിക്കുന്ന ആളാണ്. ആ ചേട്ടൻ മേടിച്ച് വെച്ചേക്കും. അവനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് പോകും. പഞ്ചസാരയൊക്കെ ഉണ്ട് കേട്ടോ, കയറും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇന്ന് ലേലം വിളിച്ച് 7:30 മണിയാകുമ്പോഴാണ് ലേലം ഇവിടെ നടക്കുക. അപ്പോൾ ആ സമയത്ത് ലേലം വിളിച്ച് മേടിക്കുന്നതാണ്. ഹരേ കൃഷ്ണ. ഇത് നല്ല തിരക്കുണ്ട്. നമ്മുടെ പൊന്നുണ്ണിയെ കാണാൻ നല്ല തിരക്കുണ്ട്. എന്തിനൊക്കെ ചേച്ചി, പിന്നെ ഇന്ന് മേഘ ചേച്ചി ഉണ്ടല്ലോ, സോറി മേഘ ചേച്ചി, നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മുടെ പൊന്നുണ്ണിയെ കാണാൻ നല്ല തിരക്കുണ്ട്. പച്ചക്കുപ്പായം ഇട്ട് നല്ല വന്നത് ചേച്ചി. അതേ കയറ് നമ്മളിൽ ഓരോരുത്തർ ഭഗവാന് സമർപ്പിക്കുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഉദര സംബന്ധമായ രോഗങ്ങൾ മാറാനായിട്ട് ഓരോരുത്തർ ഭഗവാനെ കയറ് സമർപ്പിക്കാറുണ്ട്. അങ്ങനെ വന്ന കയറാണ് ഇവിടെ ലേലം വെക്കുന്നത്. പിന്നെ ഉണ്ണികൃഷ്ണ ഹരേ കൃഷ്ണ, പത്മജ മധു ഹരേ കൃഷ്ണ. സൗണ്ട് ഇല്ല മോളെ, ഹരേ കൃഷ്ണ. അത് മ്യൂട്ടാക്കിയതാണ്. എന്തോ ചെയ്യാനൊന്നും കേട്ടില്ല, ഒന്നും പോലെ കേൾക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫോൺ തിരിച്ചു മാറിയപ്പോൾ സൗണ്ട് മ്യൂട്ട് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ ആഗ്രഹമായിരുന്നു രാമായണം വായിച്ചിട്ട് പട്ടാഭിഷേകം വായിച്ച് ഭഗവാനെ നിർത്തണം, രാമായണം വായിച്ച് നിർത്തണം എന്നുള്ളത്. കാരണം ഇനി നാളെ മുതൽ എനിക്ക് പറ്റുമോ എന്ന് അറിയത്തില്ല രാമായണം വായിക്കാം. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച നോക്കിയിട്ട് ഞാൻ രാമായണം വായിച്ച് നിർത്തി. അപ്പോൾ ഇന്നലെ ഞാൻ രാമായണം വായിക്കുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മുടെ പൊന്നുണ്ണിയോട് പറഞ്ഞായിരുന്നു, ഭഗവാനെ ഇന്ന് ശ്രീലകത്ത് ശ്രീരാമസ്വാമിയായിട്ട് വരുമോ എന്ന് ഞാൻ മനസ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഇന്ന് ഭഗവാന്റെ അലങ്കാരം ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ആഗ്രഹം പോലെ ഭഗവാൻ അത് സാധിച്ചിരുന്നു. പൊന്നുണ്ണി ശ്രീലകത്ത് ശ്രീരാമസ്വാമിയായിട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും വന്നു. ആ സന്തോഷവും സങ്കടവും ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന ശ്രീരാമ പട്ടാഭിഷേകം വായിച്ചു രാമായണം യുദ്ധകണ്ഠ സമാപ്തമാക്കി. അതിന് തൊട്ട് മുമ്പ് ശ്രീരാമസ്വാമിയെ വർണ്ണനാപരമായ കുറച്ച് കാര്യങ്ങൾ അത് വായിച്ചപ്പോഴത്തേനും ഞാൻ അറിയാണ്ട് കരഞ്ഞുപോയി.